നിരന്തരമായിട്ട് പഠിച്ച് പരിചയിച്ച് പരിശീലിച്ച് ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ്. അത് ഇതിനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു കുട്ടിയാണ് എണീച്ച് നിന്ന് പ്രതിഷേധിച്ചത്. അവർ ആ കോൺക്ലേവിൽ എങ്ങനെ പങ്കെടുത്തു എന്നുള്ളത് അത് അതിശയമാണ്. സംഗീത അക്കാദമി സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല. പാട്ട് പശ്ചാത്തല സംഗീതത്തിന് എന്താ കാര്യം? അതെ, പാട്ട് എല്ലാ സിനിമയ്ക്കൊന്നുമില്ല. ചില കൊമേഴ്ഷ്യൽ സിനിമയിലാണ് ഈ പാട്ടൊക്കെ ഉള്ളത്. കൊമേഴ്ഷ്യൽ സിനിമയിലേ ഉള്ളൂ പാട്ടൊക്കെ. ഞാൻ എടുക്കുന്ന സിനിമ പാട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ സിനിമയുടെ എസെൻഷ്യൽസ് എടുത്തു കഴിഞ്ഞാൽ അവരാരും ഇതിനകത്തില്ല. അവർ അഭിപ്രായം പറഞ്ഞോട്ടെ. അവർ പ്രതിഷേധിക്കണമെങ്കിൽ അവർക്ക് അറിയണേ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവണ്ടേ. അവർക്ക് മനസ്സിലാവാത്ത ആൾ അണിണിച്ചിട്ട് ശബ്ദം ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തിനാണ്? ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ദിവസം ഇന്നത്തെ പത്രത്തിലെല്ലാം പടമില്ലേ? ഇന്നലെ ടെലിവിഷനിലെല്ലാം അവരുടെ പടമില്ലേ? നല്ല പബ്ലിസിറ്റി അല്ലേ? അത് കൂടുതൽ എന്താ വേണ്ടത്? പുതിയ സിനിമ എടുക്കുന്നവർക്ക് ഗവൺമെൻറ് പൈസ കൊടുക്കുമോ? നിങ്ങളെന്താ മനസ്സിലാക്കാത്തത്? ഗവൺമെൻറ് പണം കൊടുക്കുന്നതാണ്. ഗവൺമെൻറ് പണം കൊടുത്ത് പടം എടുപ്പിക്കുകയാണ്. അപ്പോൾ അവരെ കൃത്യമായിട്ട് അതിന് തയ്യാറാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. എംപവർ ചെയ്യണം. എങ്ങനെ? ഇതിനെപ്പറ്റിയുള്ള സാങ്കേതികമായ പരിജ്ഞാനം കൊടുത്തിട്ട് അവരെ എംപവർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതിൽ കൂടുതൽ പോസിറ്റീവായിട്ട് ഇതിനെപ്പറ്റി പറയാൻ പറ്റുകയില്ല. ആര് പറഞ്ഞങ്ങനെ? അങ്ങനെ കണ്ടു മാത്രമല്ല, അവർക്കെല്ലാം പരാതികളുമുണ്ട്. ഞാൻ ഒന്നിലധികം പടം കണ്ടിട്ടുണ്ട് ഇവരെടുത്ത പടങ്ങൾ. അവരെല്ലാം പൊട്ടൻഷ്യലായിട്ട് കഴിവുള്ള ആളുകളാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അവർക്ക് ഒരുപാട് പരാതികളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പടം എടുക്കാൻ വരുന്നവരെ അവരുടെ ബഡ്ജറ്റും കൂടെ ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് പഠിപ്പിക്കണം. എങ്ങനെയാണ് പബ്ലിക് ഫണ്ട്സ് ഇതിനു വേണ്ടി തന്നിരിക്കുന്നത്? അത് ഗവൺമെൻറ്റിൻ്റെ വലിയൊരു പ്രോജക്റ്റാണ്. അവർ യാതൊരു നിബന്ധനകളും ഇല്ലാതെ കൊടുക്കുന്നത്. അവർ പടം എടുക്കാനായിട്ട് തിരിച്ചടയ്ക്കാനൊന്നും വേണ്ട. നമ്മളൊക്കെ പണ്ടൊക്കെ ഫിലിം ഫൈനാൻസ് കോർപ്പറേഷനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ പടമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ സെക്യൂരിറ്റി കൊടുത്തിട്ടാണ് അവർ ലോൺ തരുന്നത് നമുക്ക്. അതും 18% ഇൻട്രസ്റ്റിൽ. അന്ന് അങ്ങനെയാണ് പടം എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ തിരിച്ചടയ്ക്കണം. അടച്ചില്ലെങ്കിൽ നമ്മുടെ വസ്തുവും ഇതെല്ലാം ജപ്തി കൊണ്ടുപോകും. ആ കണക്കിലാണ് പണം കിട്ടുന്നത്. അല്ലാതെ വേറൊരു സോഴ്സിൽ നിന്ന് പണം കിട്ടത്തില്ല. ഇവിടെ ഇത് ഗവൺമെൻറ് വളരെ ജനറസായിട്ട് ഈ സ്ത്രീകൾക്കും സ്ത്രീകളുടെ സംവിധാനങ്ങൾ വളരെ കുറവാണ് കേരളത്തിൽ. അത് ഞാൻ ഇന്നലെ സംസാരിക്കുമ്പോൾ പറഞ്ഞു. 1-2 പേരുണ്ട്, അവർ നല്ല ഡയറക്ടേഴ്സാണ്, നല്ല ഫിലിം മേക്കേഴ്സാണ്. അതുപോലെ കൂടുതൽ പേര് വരണം എന്നാണ് പറഞ്ഞത്. എങ്ങനെ ഇതിനകത്ത് നെഗറ്റിവിറ്റി ഉണ്ടാക്കി കണ്ടുപിടിച്ചു എന്നുള്ളത് എനിക്ക് അതിശയമാണ്. എടുത്തോട്ടെ, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? കൊടുത്തെങ്കിൽ പരാതി കൊടുക്കാൻ അവർക്ക് അവകാശമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. സാർ പറഞ്ഞത് ജെന്യുവൻ ആയിട്ടുള്ളൊരു സെൻസിലായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ 2 വിഭാഗങ്ങളുണ്ട്. ഈ പരാതിയായിട്ട് എല്ലാവരും വരുന്നത് ഇല്ല. അവർ ഈ നമ്മുടെ ഈ പരക്കെയുള്ള വിജ്ഞാനക്കുറവ് കൊണ്ടാണ്, ഈ അറിവ് കേടുകൊണ്ടാണ് അവർ ഒഫൻഡഡ് ആവുന്നത്. അവർക്ക് പരിശീലനം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര തെറ്റല്ലേ? അവരുടെ ഗുണത്തിന് വേണ്ടിയാണ് പറഞ്ഞത്. അവർ നല്ല സിനിമ എടുക്കും അവർ പരിശീലനം കിട്ടി കഴിഞ്ഞാൽ. അല്ലെങ്കിൽ പലരും വിവരമില്ലാത്ത ആളുകൾക്ക് പലരും ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഓരോരുത്തരാണ് ചെയ്യുന്നത്. MJ രാധാകൃഷ്ണൻ്റെ കൂട്ടൊരു ക്യാമറമാൻ, അയാളാണ് ഇവിടെ പലരും ആദ്യമായിട്ട് സിനിമ എടുത്തവർക്ക് പലർക്കും പടം എടുത്തു കൊടുത്തിരിക്കുന്നത്. മറ്റവരൊക്കെ ഇതും ഇവിടെ ജെളിഞ്ഞ് നടക്കുന്നേ ഉള്ളൂ, ഞാൻ ഡയറക്ടറാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ പടം ചെയ്തിരിക്കുന്നത് MJ രാധാകൃഷ്ണനാണ്. അത് നമ്മൾ അറിയത്തില്ല. പടം കണ്ടുകൊണ്ടിരിക്കുന്നവരെ അറിയത്തില്ല, നമ്മൾ ആരും അറിയുന്നില്ല. അതെ, അങ്ങനെ തോന്നിക്കാണാം. നമ്മളത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? അല്ല, മന്ത്രി ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അറിഞ്ഞിട്ട് പറഞ്ഞതല്ല. അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി അദ്ദേഹം ഒരു സ്പെഷ്യലിസ്റ്റ് അല്ലല്ലോ സിനിമയുടെ. നടപടി എന്ത് ക്രമമാണ്? അതുകൊണ്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് പറഞ്ഞ് നടപടിക്രമം ഉണ്ടാക്കേണ്ടത്. അതിൽ എൻ്റെ ചുമതല എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അത്രേ ഉള്ളൂ. അതെ. അല്ല, അതിൻ്റെ ക്വാളിറ്റിയെ പറ്റി പറയാൻ ഞാൻ ആളല്ല. ഞാൻ പറഞ്ഞത്, സിനിമ എടുക്കാനായിട്ട് നിയുക്തരാകുന്നവർ മുൻപരിചയം ഇല്ലാത്തവരാണെങ്കിൽ, ചിലപ്പോൾ വളരെ പരിചയമുണ്ട്, പലരുടെയും കൂടെ അസിസ്റ്റൻ്റായിട്ടൊക്കെ ജോലി ചെയ്ത് അറിയാവുന്നവരായി അവർ ചെയ്യേണ്ട. മുൻപരിചയം ഇല്ലാത്തവർ, അവർക്ക് വേണ്ടിയിട്ട് നിർബന്ധമായിട്ട് ഈ 2-3 ആഴ്ചത്തെ ഓറിയൻറ്റേഷൻ കൊടുക്കണം. അപ്പോൾ അവർ എക്യുപ്ഡ് ആവും. അവിടെ പ്രവൃത്തി ചെയ്യാനായിട്ട് അവർക്ക് അതിനുള്ള തൻ്റെ ഇടവും അതിനുള്ള അറിവും സമ്പാദിക്കും. അത്രയും പോസിറ്റീവായൊരു കാര്യം പറഞ്ഞതിന് അങ്ങനെ നെഗറ്റീവ് ആക്കി എടുക്കുന്നത്.
ഉണ്ട്. ഞാൻ അധിക്ഷേപിച്ചാലല്ലോ, അവർ ഇടിച്ചു കയറിയല്ലേ, അവർ കഥ പൊളിക്കായിരുന്നു. ഞാൻ കണ്ടതല്ല. ഞാൻ ആ തിയേറ്ററിനകത്തിരിക്കുമ്പോൾ പുറത്ത് ഭയങ്കര ഇടിയും ബഹളവും കേൾക്കുന്നു. എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ചാലയിൽ നിന്ന് വന്ന തൊഴിലാളികളാണ്, അവർ പിന്നെ ഈ കഥ ഇടിച്ച് തകർക്കുകയാണ് എന്ന് പറഞ്ഞ ആളുകൾ അവിടെ സംസാരിച്ചു. അതിനപ്പുറമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അതായിരുന്നു കാര്യം. അങ്ങനെ ഒരു റൂമർ ഇങ്ങനെ ഇറങ്ങിയിട്ട് അത് കാണാൻ വേണ്ടിയാണ്, വേറൊന്നുമല്ല. അതായിരുന്നു അട്രാക്ഷൻ. അതായിരുന്നു. ഞാനിപ്പോൾ പുതുതായിട്ട് ഉണ്ടാക്കി പറയാൻ പറ്റുള്ളൂ. അന്നത്തെ സംഭവമാണ് ഞാൻ പറഞ്ഞത്. അമ്മ പറയുന്നത് മനസ്സിലാക്കൂ. പണ്ട് ഞാൻ ഒരാൾ സംസാരിക്കുന്ന മറുപടി വരട്ടെ. പണ്ട് ഉണ്ടായിരുന്നത് പാസ് വിതരണം ചെയ്യുമായിരുന്നു. പാസ് വിതരണം ചെയ്യുന്നത് വെച്ചാൽ, അതായത് നമ്മുടെ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും അവർക്കൊക്കെ ആയിട്ടാണ് പാസ് വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. അതായിരുന്നു സിസ്റ്റം. അത് മാറ്റിയത് പിന്നെ ഞാൻ ചെയർമാനായിരുന്ന ഒരു കൊല്ലമാണ് ഇതെല്ലാം മാറ്റിയിട്ട് ഡെലിഗേറ്റ് ആവണം, അതിന് ഫീസ് അടച്ച് അതിന് വിവരങ്ങളെല്ലാം കൊടുത്തിട്ടാണ് അത് മെമ്പറാവുന്നത്. ഞാൻ അന്ന് മന്ത്രിയായിരുന്ന അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തിനെ കൊണ്ട് ആദ്യം മെമ്പർഷിപ്പ് എടുപ്പിച്ചു. അങ്ങനെയാണെന്ന് അത് ആരംഭിക്കുന്നത്. ഇന്നിപ്പോൾ ഈ രാജ്യത്തുള്ള എല്ലാ ഫെസ്റ്റിവലുകളും ഈ ഡെലിഗേറ്റ്ഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അവർക്ക് ഈ രാജ്യത്തിന് മുഴുവനും മാർഗദർശനമായിട്ടുള്ള ഒരു ക്രിയയായിരുന്നത്. കാരണം സിനിമയിൽ ജനുവിനായ താല്പര്യമുള്ളവർ അകത്ത് കയറാനൊക്കാതെ പുറത്ത് നിൽക്കുമ്പോൾ ഇത് പ്രത്യേകിച്ച് താല്പര്യമില്ലാതെ മറ്റു കാരണങ്ങളാൽ അകത്ത് ഇടിച്ചു കയറുന്നവരാണ് സിനിമ കാണുന്നത്. അതുണ്ടാവരുത്, തുടർന്ന് വരരുത് എന്നുള്ളതുകൊണ്ടാണത്. ആ ചാലയിൽ നിന്ന് വന്ന തൊഴിലാളികളാണെന്ന് ഞാൻ കേട്ടതേ ഉള്ളൂ. എനിക്ക് അവരെ കണ്ടിട്ടില്ല, എനിക്കവരെ അറിഞ്ഞും കൂടാ. അത് ആളുകൾ പറഞ്ഞതാണ്. അത് വ്യക്തത വരുത്താതെ ഒരു സമൂഹത്തെ മുഴുവൻ, കാരണം പല ആളുകളുണ്ടാവും, ജോലി ചെയ്യുന്നവരുണ്ട്, അതിൽ ഒന്നോ രണ്ടോ അവർ ജനുവിനായ താല്പര്യമുള്ളവർ കാണും. പക്ഷെ അവർ വന്നിട്ട് ആ ഡോർ അങ്ങനെ ആക്ഷേപിക്കുന്നത് അവർ ചെയ്ത ക്രിയയെ പറ്റി ഞാൻ പറഞ്ഞത്. അവരല്ലല്ലോ ചിലപ്പോ ഇപ്പൊ ചാലയിലെ ജീവനക്കാർ എന്ന് പറഞ്ഞ് തള്ളി കയറിയാൽ സാറിനത് പറയാം. അതിൽ ആൾക്കാർ ആരെങ്കിലും വന്ന് കയറിയാൽ അത് ചാലയിലെ ജീവനക്കാരെ മുഴുവൻ അല്ലെങ്കിൽ അന്ന് അവിടെ പറഞ്ഞത് അതാണ് ആളുകൾ. അത് സാറ് വെരിഫൈ ചെയ്തിട്ടില്ലല്ലോ. ഞാനങ്ങ് വെരിഫൈ ചെയ്യുന്നത് അയാളുടെ പോരത്തിനും ചോദിക്കുമോ? പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ഇത് നടന്നത്. ആളുകളുടെ രഹസ്യമായിട്ടല്ല, ആളുകളുടെ എല്ലാം മുമ്പിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. പറയുമ്പോൾ അത് നേരിട്ട് അഫക്ട് ചെയ്യുന്നത് ചാലയിലെ തൊഴിലാളികളെ പറ്റി അല്ല പറഞ്ഞത്. അങ്ങനെയല്ല. വിവാദിക്കണമെങ്കിൽ വിവാദിച്ചോളൂ. താങ്ക് യു.